ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ 10 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് 2 സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന്. അതേപോലെ തന്നെ ആലിമിനെ ആക്കിയതിന് ശേഷം ഞങ്ങളിതാ നേരെ ആലുവയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം പോകാനുള്ളത് ഡ്രസ് പർച്ചേസിങ് തന്നെയാണ്. കാരണം ഫാമിലിയിൽ ഒരു കല്യാണം വരുന്നുണ്ട്, ക്ലോസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നേരത്തെ എടുക്കണമല്ലോ. ഡിസംബർ ലാസ്റ്റാണ് മാരേജ് വരുന്നത്. അപ്പോൾ തായീസിലാണ് വന്നേക്കുന്നത്. ആലുവ തായീസിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ പൊതുവേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാറ് എറണാകുളം അല്ലെങ്കിൽ ലുലു അങ്ങനെയൊക്കെയാണ് കേട്ടോ പോവാറ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ആലുവ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കി അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചൊരു മോഡലൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഉള്ളതിൽ കൊള്ളാവുന്നൊരു ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ അവിടെ നിന്ന്. ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, മോഡൽസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഷിഫോൺ ടൈപ്പ് ഡ്രസ്സാണ് യൂസ് ചെയ്യാറ്. കുട്ടികൾക്കപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എടുത്താലും മതിയല്ലോ, റെഡിമെയ്ഡ് ആണല്ലോ, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളെപ്പോലെ ഒന്നുമല്ല, നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമല്ലോ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇടാനായിട്ട്. ഞാനിപ്പോൾ കൂടുതലും റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് ഇടുന്നത്. അത് ടോപ്സ്, നമ്മൾ മീഷോന്നും ഒക്കെ വാങ്ങിക്കുന്ന ടോപ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് ഒരുപാട് നാളായിട്ടോ, ഒരു 4-5 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ നേരെ പോകുന്നത് 2ാമത്തെ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ പുഷ്പ 2 കാണാനാണ് വന്നിരിക്കുന്നത്. ഇന്നലെ റിലീസായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തൊരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സേഫായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. 11:45 ഷോ ആയിരുന്നു. 11:45 തുടങ്ങി ഒരു 3:15 വരെ ഒക്കെ ആകുമ്പോഴത്തേനും കഴിയും എന്നൊരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മൂവി കണ്ടു. നല്ല മൂവി തന്നെയാണ് കേട്ടോ. എല്ലാവരും പുഷ്പ 2 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 1 കണ്ടേക്കുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മൂവീസൊക്കെ തന്നെയാണ്. പക്ഷേ മൂവി കഴിഞ്ഞപ്പോൾ 3:20 ആയിട്ടോ. 10 മിനിറ്റുള്ളൂ 3:30 ആലിമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ടീച്ചറോട് ഞാൻ ജസ്റ്റ് അവനൊന്ന് ഒരു 5 മിനിറ്റ് കൂടി അവിടെ നിർത്തണമെന്ന് വിളിച്ച് പറഞ്ഞു. പക്ഷേ 3:30 കഴിഞ്ഞപ്പോഴത്തേനും എത്തി കേട്ടോ. അങ്ങനെ 3:45 ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം മീൻ വറുത്തു, ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആലിമും കൂടി വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു. അപ്പോൾ 4 മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് ആണ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ 4 മണിക്ക് ആഹിലും അമ്മനും, അതായത് അവർ ഒരേ ക്ലാസ്സാണ്. അവർ നേരത്തെ എത്തുന്നതുകൊണ്ട് 4 മണിക്ക് തന്നെ വരാൻ പറയും. അവർ വന്നൊന്ന് പഠിച്ചു തുടങ്ങുമ്പോഴേക്കും 4:30 മറ്റുള്ളവരും എത്തും കേട്ടോ. അപ്പോൾ 4 മണിക്ക് വരാൻ പറ്റുന്നവരോട് 4 മണിക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ 4 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. പിന്നെ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം 4:30 ആകുമ്പോഴേക്കും ട്യൂഷൻ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4:30 എത്തിയാൽ മതി എന്നുള്ളത്. കാരണം എന്തായാലും എനിക്ക് മനസ്സിലായി ചെന്ന് കഴിയുമ്പോൾ ഫുഡ് കഴിച്ച് എന്തായാലും ഒരു ഇത്തിരി ടൈം പോവും. അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു ടൈമൊക്കെ, ട്യൂഷൻ്റെ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിപ്പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു അങ്ങനത്തെ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വേഗം കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നെ ഇതിപ്പോൾ ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്നതിന് മുന്നേ ഇട്ടതാണ്. കുറേ നാളായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും മറന്നു കേട്ടോ. കിച്ചൺ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോവേയില്ല. പിന്നെ ഇട്ടാൽ മതിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനത് മറന്നും പോവും. അപ്പോൾ ട്യൂഷൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ട്യൂഷൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ ഒരു 7:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നല്ലോ, ഇടിയപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അഡീഷണൽ വേറെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇടിയപ്പവും രാവിലത്തെ കടലക്കറിയും തന്നെയാണ് എടുക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ വൈകുന്നേരത്തെ കറി സെയിം തന്നെയായിരിക്കും. ചൂടാക്കി വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചൂടാക്കി വെക്കും. അല്ലാണ്ട് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അതിപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പൊടി കുഴച്ച് വെച്ചേക്കുവാണല്ലോ, അതെടുത്ത് അന്നേരം ഉണ്ടാക്കും. അപ്പം ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ ഇടിയപ്പം നമുക്ക് അങ്ങനെ കുഴച്ച് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ രാത്രി കഴിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോസിൽ കൂടുതൽ ഞങ്ങൾ പുറത്ത് പോണതും എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുന്നതൊക്കെ എപ്പോഴും രാത്രിയാണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന വീഡിയോസ് മുഴുവൻ രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ തുടങ്ങി ഒരു ഉച്ച വരെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ്. എൻ്റെ ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒതുക്കി വെക്കണം. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വൈകിയാണല്ലോ വന്നത്. അപ്പോൾ എന്തോ ഒരു ചെറിയൊരു തലവേദന പോലെ തോന്നണോണ്ട് ഞാൻ പിന്നെ
ചായ വെക്കാമെന്ന് ഓർത്തു. ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഹിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം രാവിലത്തെ മുഴുവൻ പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതേപോലത്തെ സമയത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നത്. അതിനുശേഷം പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കൊണ്ടുപോയി സിങ്കിൽ വെച്ചു. അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങുന്നത് കേട്ടോ. ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കും. ചായയൊക്കെ കുടിച്ച് മൊബൈലൊക്കെ നോക്കിയിരിക്കും. രാവിലത്തെ ടൈമിൽ നമ്മൾ ചായയും ജോലിയും ഒപ്പമായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ ചായ കുടിക്കാറില്ല. അങ്ങനെ വൈകുന്നേരം കുടിക്കാത്തതുകൊണ്ട് ജസ്റ്റ് കുടിച്ചെന്നുള്ളൂ. അപ്പോൾ അന്നേരം മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുന്നത്. പിന്നെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. രാവിലത്തെ തന്നെ അത്രയും പാത്രങ്ങൾ തന്നെ ഉണ്ട് വൈകുന്നേരവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടക്കണം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം എന്താ ഇഡ്ഡലിക്കൊന്ന് അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഉഴുന്നാണ് അരയ്ക്കുന്നത്. ഉഴുന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് മാത്രം ഒന്ന് അരച്ചെടുക്കും കേട്ടോ. വെള്ളം കൂടിയാലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സുഖമാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ചോറും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പൊടിക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്കൊക്കെ അരക്കുമ്പോൾ കുറച്ചധികം തന്നെ ഞാൻ അരയ്ക്കും കേട്ടോ. 2-3 ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അരക്കും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ കുഴയ്ക്കുമ്പോഴാണല്ലോ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഏകദേശം ടൈം എടുത്ത് ഒരു 5 മിനിറ്റ് ടൈം എടുത്ത് ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇളയാളും കൂടി കടയിൽ പോയതാണ്. കാരണം വെളിച്ചെണ്ണയും ചായപ്പൊടിയൊക്കെ തീർന്നു കേട്ടോ. നാളത്തേക്ക് വെളിച്ചെണ്ണ ഉണ്ട്, ചായപ്പൊടി ഇല്ല. അപ്പോൾ അത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ നിന്ന് കേക്ക് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അവർ വന്നത്. ഇതാ മോൻ കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റിയിലെ സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഞാനതെടുത്ത് അവിടെ കൊണ്ട് വെച്ചപ്പോൾ അവൻ പിന്നെയും അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തരുകയാണ് കേട്ടോ. ക്വാളിറ്റി ബേക്കേഴ്സിലെ സ്പെഷ്യൽ കേക്കാണ്. സ്പെഷ്യൽ കവറിങ്സൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കഴിക്കാനുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഒന്നാമത്തിൽ ഫുഡൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചിരിക്കുകയാണല്ലോ. പാൽ ചായ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാമത്തിൽ വിശപ്പ് കെടുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ രാത്രി ലൈറ്റ് ഫുഡാണെങ്കിലും പാൽ ചായ കുറച്ച് ഹെവി ആണല്ലോ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനോർത്ത് എന്നാൽ പിന്നെ കട്ട് ചെയ്ത് ഓരോ പീസ് വെച്ച് എല്ലാവർക്കും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഓരോ പീസ് വെച്ച് എടുത്തു കേട്ടോ. അപ്പോൾ ആലിമ വേഗം അതിൻ്റെ മുകളിൽ ബദാമാണ് വെച്ചിരിക്കുന്നത് സ്ലൈസ് ചെയ്തിട്ട്. അപ്പോൾ ആലിമ വേഗം അതെടുത്ത് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് അതേപോലെ തന്നെ എടുത്തു വെച്ചു. പിന്നെ അവൻ തൊട്ടേയില്ല കേട്ടോ. ആഹിലിന് കൊണ്ടുപോയി കൊടുത്ത്. അവന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല കേക്കായിരുന്നു കേട്ടോ. പിന്നെ അതാ പാത്രങ്ങൾ നമ്മളിപ്പോൾ ഇഡ്ഡലിക്ക് അരച്ച പാത്രങ്ങളും കൂടി ഉണ്ട്, മിക്സിയുടെ ജാറൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊന്നും എടുത്ത് ഞാൻ മാറ്റിയിട്ടില്ല, വെള്ളം പോകാനായിട്ട് വെച്ചേക്കുവാണ്. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ. ഇതൊന്നും ഞാൻ ഇങ്ങനെ തന്നെ ഇടില്ല കേട്ടോ. പാത്രമൊക്കെ എല്ലാം സേഫായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങുള്ളൂ. അവരിപ്പോൾ ആഹിലിന് നാളെ കൊണ്ടുപോകാനുള്ള ചോറും കൂടി അങ്ങോട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി എടുത്തിട്ട് അരിയും കൂടി അങ്ങോട്ട് തിളപ്പിച്ചിടുന്നുണ്ട്. രാവിലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ആവില്ല. എങ്ങാനും നമ്മൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതൊരു ടെൻഷനാണ് കേട്ടോ ഈ ചോറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തലേന്ന് തന്നെ ആഹിലിനുള്ള ചോറ് ഞാൻ എടുത്ത് വെക്കും. പിന്നെ അതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നൈഫൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ എല്ലായിടത്തൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലീനാക്കി ഇടുമ്പോഴാണല്ലോ നാളെ കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് എന്താ പറയുക കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആകെ റഫായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കത്ര കംഫർട്ടല്ല കേട്ടോ ജോലി ചെയ്യാനായിട്ട്. നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു കിച്ചണിൽ കയറാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആകെ കൊളായിട്ട് കിടക്കും. എങ്കിൽ പോലും നമ്മളതൊക്കെ കഴിഞ്ഞൊന്ന് ക്ലീനാക്കി ഇടുമ്പോൾ ഒരു എന്താ പറയുക, രാവിലെ നമ്മൾ നല്ല ഫ്രഷ് മൈൻഡോടുകൂടി എഴുന്നേൽക്കുകയല്ലേ. അപ്പോൾ ഒരു സന്തോഷമാണ് കിച്ചൺ കാണുമ്പോൾ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതേപോലെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇതേപോലെ തന്നെ എല്ലാം സ്ലാബിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. അന്നേരം എടുത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർഡറാക്കി വെച്ച്, കാരണം ഇതിൻ്റെ മൂടിപ്പാത്രമൊക്കെ കിട്ടണമല്ലോ, രണ്ട് വഴിക്കായിരിക്കും കിടക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അങ്ങോട്ട് വേഗം എടുത്ത് വെക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ അകത്ത് വെക്കേണ്ട കുറച്ച് പാത്രങ്ങളുണ്ട്, പുറത്തിരിക്കേണ്ട കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി സോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്ത് ഓരോന്നും അങ്ങനെ വെക്കുന്നത്. ആഹിലിന് കൊണ്ടുപോകാനുള്ള അരി തിളച്ചിട്ടുണ്ട്. അതൊന്ന് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നാളെ ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചട്നി ആയിരുന്നു ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ സാമ്പാറാകുമ്പോൾ ഉച്ചക്കത്തേക്കും കൂടി അവിടെ കഴിഞ്ഞ് പോകുമല്ലോ. അപ്പം സാമ്പാറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ കട്ട് ചെയ്തിപ്പോൾ വെക്കുന്നില്ല. കാരണം എന്താണ് ഇതിപ്പോൾ കുറച്ച് ജോലിയല്ലേ ഉള്ളൂ. ഇഡ്ഡലിയും സാമ്പാറും മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും എനിക്കില്ല. അപ്പോൾ റിലാക്സ് ആയിട്ട് ചെയ്താലും മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നും കട്ട് ചെയ്ത് വെക്കാത്തത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഭയങ്കര ടയേർഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരിക്കുകയാണ്. ഉറക്കം തൂങ്ങിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്രയും ടയേർഡാണ്, എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം പോയി കിടക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ധൃതി പിടിച്ചൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9 മണി ഒക്കെ ആവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലായിടത്തും ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ സിങ്ങും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കുറച്ച് പാത്രങ്ങളും ഇതേപോലെ തന്നെ ആ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തെ പാത്രങ്ങൾ കഴുകിയ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അകത്തും പാത്രങ്ങളുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അതുകൊണ്ടൊന്ന് അകത്തുകൊണ്ടൊന്ന് വെക്കുമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്ലാബിലോട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതൊന്നെടുത്ത് ഓർഡറാക്കി വെക്കും. അപ്പോൾ ആ പാത്രങ്ങളാണ് ഒന്ന് ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് മാക്സിമം എല്ലാ പാത്രങ്ങളും ഒന്ന് ഒതുക്കി വെച്ച് കിടന്നാലാണ് സമാധാനം ആവുള്ളൂ. പിന്നെയും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാ മെയിൻ കിച്ചണിൽ ഇത് ഈ ഒരു സൈഡിൽ, ആ ഒരു സിങ്ങിൻ്റെ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്ത് വർക്ക് ഏരിയയിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം അവിടെ എലി കയറുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടിട്ട് പുറത്ത് ഞാനൊന്നും അങ്ങനെ വെക്കാറില്ല. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴുകിക്കതിന് ശേഷം ആ സിങ്ങും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിൻ കിച്ചണിലെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒന്ന് കുറച്ച് നേരം കിടക്കാമെന്ന് ഓർത്തിട്ടാണ് റൂമിലേക്ക് ചെന്നത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞാൻ AC ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. വേഗം കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് ഞാൻ കയറിയെങ്കിലും കിടന്നപ്പോൾ 11:30 മണിയായിട്ടോ. AC ഇട്ടതിന് പിന്നെ ആഹിലും ആലിമും ഒക്കെ റൂമിലേക്ക് വന്നു. പിന്നെ അവർ കളിയും ചിരിയൊക്കെ ആയി. എനിക്കൊന്ന് കിടക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു 11:30 മണിയായി കിടന്നു. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.